അപ്പോൾ കുറച്ചും കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറ് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.